മിന്ത്ര. നല്ല അടിപൊളി കംഫർട്ട് ആയിട്ട് ഇടാനായിട്ട് എനിക്ക് ഇടാൻ പറ്റും. ഞാൻ ലിങ്ക് അയച്ചു തരാം. സോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അടിതാ പാന്റ് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോ എവിടെയാന്ന് മനസ്സിലായല്ലോ. ഞാന് ബ്ലഷിംഗ്ടണിലാണ്. നമ്മുടെ ഐഷുവിന്റെ കല്യാണത്തിന് പോകുന്നില്ലേ എന്താ പോകാത്തെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചതിന്റെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. 30-ാം തീയതി കല്യാണം ആയതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാതെ 30-ാം തീയതി കല്യാണം അന്ന് തന്നെ എനിക്കൊരു ഇനോഗ്രേഷൻ പാലക്കാട് വന്ന് അങ്ങനെ പോയി. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ ടെൻഷനാണ് നമ്മുടെ കല്യാണത്തിന് പോകാത്തോണ്ട്. അത് നമ്മളങ്ങ് കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ഇന്ന് ഇനോഗ്രേഷന് പോകാന്ന്. മൊത്തത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ആണോ? അത് റിലേ പോയി കിടക്കുവാ, ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് സത്യം. അപ്പൊ ഇന്ന് നമ്മള് അതിന്റെ റിസപ്ഷന് പോവാണ്. ജൂലൈ 1 ഇന്ന് വൈകുന്നേരം 6 മണിക്ക് പത്തനംതിട്ടയിലാണ്. അപ്പൊ നമ്മൾ ഇന്ന് പെട്ടെന്ന് ഞാൻ ചേച്ചി അറേഞ്ച് ചെയ്തു മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പോവാണ്. ഞാൻ സാരിയാണ്, എപ്പോഴും ഞാൻ സാരി ആയതുകൊണ്ട് അതെ ഞാൻ എപ്പോഴും സാരി ചൂസ് ചെയ്തോണ്ട് എന്റെ ഈ കോപ്പ മുടിയിൽ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചേച്ചി പറയാൻ നല്ല രസമുണ്ട് കട്ട് ചെയ്തിട്ടൊന്നും. പറയാതിരിക്കാൻ വയ്യ, കൊറിയൻ സുന്ദരി. അപ്പൊ നമ്മള് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്, സമയമില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചേച്ചി. കമാ ചേച്ചി ഇരുന്നോണ്ടായിരുന്നു ഇന്ന് മേക്കപ്പ് ചെയ്യുന്നേ. എണീറ്റിരിക്കണം. ഞാനോ? ഞാൻ എണീക്കണോ? പിന്നെ അതോടല്ലേ ഞാൻ പറഞ്ഞ പരീക്ഷിച്ചു നോക്കാമെങ്കിൽ. അതോടെ പോണ്. നമ്മളങ്ങനെ ഹെയർ ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് ലോങ് ഹെയർ ആണ് ചെയ്തേക്കുന്നത്. കാണാൻ പറ്റും ചേച്ചി? കാണുന്നുണ്ട് ചേച്ചി? പക്ഷെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നില്ല. ഇനി ബ്ലൗസ് വാങ്ങിച്ചിട്ട് വന്നിട്ട് സാരി എടുക്കാം. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ഓടി പോയിട്ട്. അപ്പൊ ചേച്ചി ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഇരിക്കും. പതുക്കെ നടക്കണം, ഒരു അടക്കമൊക്കെ വേണം സാരി എടുത്തേട്ടോ. അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നല്ല രസമുണ്ട് ചേച്ചി, അടിപൊളിയായിട്ട് ചേച്ചി എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഓടിപ്പോയ ഫുഡ് കഴിക്കുമ്പോ ഒരു ദിവസം ഉള്ളു തന്നു. അതാണ് ഇവിടുത്തെ മേക്കപ്പിന്റെ എന്നെ കൊണ്ട് എത്രയൊക്കെ പറ്റുന്നുള്ളൂ. അപ്പൊ ഞാൻ കിട്ടെ സുന്ദരിയായി. അയ്യോ ട്രിവാൻഡ്രത്ത് നിന്ന് എൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 4 മണിയൊക്കെ ആയെന്ന് തോന്നുന്നല്ലേ. 3:30 നമ്മൾ തിരിച്ചപ്പം 4 മണിയായി നമ്മൾ തിരിച്ച്. അപ്പം ഇനിയിപ്പം നമ്മൾ നേരെ സ്ട്രെയിറ്റ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമോ. എസ്റ്റിമേറ്റ് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തണം. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഓക്കെ അഖിലാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഓക്കെ അപ്പൊ ഇനിയിപ്പോ ഏറെ ഇനി ഒന്നുമില്ല, നേരെ അങ്ങോട്ട് പോവാണ്. ഞങ്ങൾ അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഒക്കെ വരുന്ന വഴിക്ക് തന്നെ വാങ്ങിച്ചു. അപ്പോൾ അത് അങ്ങനെ ആയി. അപ്പം ഇനിയിപ്പോൾ ചിലർ നമ്മുടെ സാരിയുടെ ഡീറ്റെയിൽസ് ചോദിക്കും. ഇത് ഞാൻ GSMble എന്ന് പറയുന്ന ഓൺലൈൻ പേജ്. എപ്പോഴും എൻ്റെ ഏത് ഫംഗ്ഷനും ഞാൻ വാങ്ങിക്കുന്നത് ഗായത്രിയുടെ കയ്യിൽ നിന്നാണ്. അടിപൊളിയാണ് ഗായത്രി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ കോസ്റ്റ്യൂംസും. സാരിയാണ്, ഞാനൊരു സാരി ലവർ ആയതുകൊണ്ട് തന്നെ ഏത് നല്ല ഫംഗ്ഷനൊക്കെ ഞാൻ സാരിയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം ഈ സാരി ഇത് ഗ്രീൻ ആൻഡ് ഒരു മജന്ത കോമ്പിനേഷനാണ് ഞാൻ എടുത്തത്. അടിപൊളി സാരിയാണ് കേട്ടോ, ഭയങ്കര റിച്ച്നെസ് തോന്നിക്കുന്ന ഒരു സാരിയാണ്. അപ്പോൾ അത് ഞാൻ GSMble അങ്ങനെ എന്താണ് അവളുടെ പേജിൻ്റെ പേര്. അപ്പം ഞാനത് മെൻഷൻ ചെയ്തിരിക്കാം നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇതൊക്കെ ഞാൻ നമ്മുടെ ബ്ലഷിംഗ്ടൺ ചേച്ചി വീണ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ എടുത്തത്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് മച്ചും. അപ്പം അവരും നന്നായിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്തു. അപ്പം ഓക്കെ, ഇത്രയാണ് എൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നല്ല മഴയാണ്, അധികം ബ്ലോക്കൊന്നും ഇല്ലാതെ അങ്ങ് എത്തിയാൽ മതി. ഫംഗ്ഷൻ കഴിഞ്ഞാൽ തിരിച്ചു വരാൻ നമുക്ക് പ്രശ്നമില്ല, അവിടെ അങ്ങ് എത്തിയാൽ മതി. അപ്പോൾ ഓക്കെ, ടാറ്റാ. ഗിഫ്റ്റ് തരൂ. എല്ലാരും വരുന്നതേ ഉള്ളേ.
അങ്ങനെ ഐഷുവിൻ്റെ എൻട്രി ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ എല്ലാ ഫ്രണ്ട്സും സ്റ്റാർ മാജിക്കിലെ ഫ്രണ്ട്സ് എല്ലാം വന്നത്. നമ്മുടെ ശ്രീവിദ്യ, അബി, ഡയാന, പിന്നെ നമ്മുടെ ചിങ്കാരി, സ്റ്റെഫി, അങ്ങനെ നമ്മൾ അവരെല്ലാവരും കണ്ടു. കുറേ നാൾക്ക് ശേഷമാണ് ശ്രീവിദ്യേനെയും പിന്നെ ആണെങ്കിൽ ഡയാനിനെയും കാണുന്നത്. അബീനെ ഫസ്റ്റ് ടൈമാണ് പരിചയപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും എല്ലാവരും എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കോസ്റ്റ്യൂമിൻ്റെ നമ്മളെപ്പോഴും പെൺപിള്ളേർ ഒരു സ്ഥലത്ത് കൂടി നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ കോസ്റ്റ്യൂമിൻ്റെയും ആക്സസറീസിൻ്റെയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്കത് സാരി കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇനി അടുത്തത് ശ്രീവിദ്യേൻ്റെയാണ് കല്യാണം. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ പ്ലാൻസൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ കുറേ വിശേഷങ്ങൾ പറഞ്ഞു. അങ്ങനെ കുറേ നേരം നമ്മൾ സംസാരിച്ചിരുന്നു. ഐഷുവിൻ്റെ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ പറയാറുണ്ട്. കാരണം സ്റ്റാർ മാജിക്കിൽ എനിക്ക് അവളുടെ ഒട്ടുമിക്ക എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. കാരണം അവളുടെ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് തന്നെയാണ് അവർ വന്നത്. അല്ലെങ്കിൽ ഇപ്പം ഞാനോ അല്ലെങ്കിൽ വേറൊരാൾ വിളിച്ചിട്ട് എല്ലാവരും വരണമെന്നില്ല. അപ്പം അവൾ വന്ന് വിളിച്ച് അവളുടെ ആ ഒരു സൗഹൃദം വെച്ച് എല്ലാവരും വന്നു. കാരണം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അവൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര പാവമാണ്. അപ്പോൾ അവളുടെ കല്യാണം പെട്ടെന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായി. കല്യാണം മതി, ചുമ്മാ ഫ്രാങ്കോൾ വിളിക്കുന്ന കണക്ക് സംസാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ആൾറെഡി പെട്ടെന്ന് കൺഫേം ചെയ്തതാണെന്ന് സംസാരിച്ചു. അപ്പം അതേപോലെയാണ് നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത്. ഇനിയിപ്പോൾ ശ്രീവിദ്യേൻ്റെ കല്യാണമാണ്. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഓരോരോ ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിച്ച് പോവാണ്. അങ്ങനെ ഐഷുവിൻ്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവളടുത്ത് സംസാരിച്ച് അവളും പറഞ്ഞു ഭയങ്കര ഹാപ്പിയായി വരുമെന്ന് പ്രതീക്ഷിച്ചതല്ലാന്ന് സംസാരിച്ചു. പിന്നെ ചേട്ടൻ ഇച്ചിരി ഹൈറ്റ് കൂടിപ്പോയെന്ന്, കാരണം ഞാനും അമ്മയെ കടത്തിക്കുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പിന്നെ ഐഷുവിനെ വെച്ച് നോക്കുമ്പോൾ ഐഷുവിനെ ഏട്ടൻ ഭയങ്കര. അതിനുശേഷം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കഴിക്കാൻ വിളിച്ചിട്ടില്ല പൊട്ടി. താങ്ക്സ് ഡി. പിന്നെ നമുക്ക് ട്രിവാൻഡ്രത്ത് പോകേണ്ടതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഇങ്ങനെ ഒരുപാടൊന്നും എടുത്തില്ല, കുറേ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ശകലം ചിക്കൻ കറിയും ഒരു പൊറോട്ടയും ഒരു സ്പൂൺ ചിക്കൻ കറി പറഞ്ഞല്ലോ, ചിക്കൻ കറിയും പിന്നെ ഒരു സ്പൂൺ, അതായത് ഹാഫ് സ്പൂൺ പോലും എടുത്തിട്ടുണ്ടായിരുന്നു ഇച്ചിരി റൈസും ഒരു 2 പീസ് ബീഫും ഒക്കെയാണ് ഞാൻ എടുത്തത്. ഇത്ര എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ വരുന്ന വഴിക്ക് ഓരോന്ന് കഴിച്ചുകൊണ്ടൊക്കെയാണ് വന്നത്. സോ എനിക്കധികം വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇറങ്ങണം, ട്രിവാൻഡ്രത്ത് എത്തണമല്ലോ അടുത്തത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ ക്യാമറ കൊണ്ട് കുറേ ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് എടുക്കാനൊന്നും അതും കൂടെ മടിച്ചു. ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡ് എടുത്ത് കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ഫുഡ് എടുത്ത് കഴിക്കാൻ പോയി.
ക്ലോസ് ആയി. ടാറ്റ പറ. എന്റെ അമ്മയുടെ യൂട്യൂബിലേക്ക് ടാറ്റ.